ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്യാൻ ഞാൻ ചില്ലി പൗഡർ, പിന്നെ സോൾട്ട്, പിന്നെ പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ ഫിഷ് മസാല ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് മസാല ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ബിരിയാണി വെക്കുന്നത്. അല്ല കേട്ടോ, ഒന്ന് ഉപ്പാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ബിരിയാണി. ആദ്യം തന്നെ ഒനിയനും ക്യാഷും കിസ്മിസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി മസാല ആക്കലാണ് കേട്ടോ പണി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല ബ്രൗൺ കളർ ആവണ വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് നേരം ഇളക്കി, പിന്നെ ഉപ്പ് ഇളക്കി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇങ്ങനെ അരിഞ്ഞു. ഉള്ളി നല്ല വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഉള്ളിയൊക്കെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലോണം അതിൻ്റെ ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഗരം മസാല, പിന്നെ അതേപോലെ പെപ്പർ പൗഡർ, പിന്നെ ഫിഷ് മസാല അതൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. ഓരോന്ന് ഇടുമ്പോൾ ഇങ്ങനെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലകളൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെമ്മീനൊക്കെ ഇട്ട് എല്ലാം കൂടി മിക്സാക്കി നല്ലോണം വഴറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഉള്ളത് റൈസ് വേവിക്കലാണ്. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രം വെച്ചിട്ട് അതിൽ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ജീരകം, പിന്നെ അതേപോലെ കുരുമുളക്, പിന്നെ വേറെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് വേവിക്കാൻ. ഇപ്പോൾ റൈസിൻ്റെ അളവനുസരിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി ദമ്മാക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സാലഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലഡ്ക്കുള്ള കുക്കുംബർ, പിന്നെ അതേപോലെ ചില്ലി, പിന്നെ അതേപോലെ പൈനാപ്പിൾ, ഒനിയൻ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈര് ഒഴിച്ച് സെറ്റാക്കണം കേട്ടോ. തൈര് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ ഒരു പാത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വെള്ളം വെച്ചതൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടത്. അങ്ങനെ റൈസൊക്കെ ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ റൈസ് പെട്ടെന്ന് വേവും ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസൊക്കെ വന്ന് സെറ്റായതിൻ്റെ ശേഷം ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നു കേട്ടോ. ഇനി ദമ്മിടുക. നമ്മൾ മാറ്റി വെച്ച മസാലയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് ലെയറായിട്ടാണ് ദമ്മിടുന്നത്. ആദ്യം മസാല, പിന്നെ റൈസ്, അങ്ങനെ 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ദമ്മൊക്കെ ഇടാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതാണ്ട് അതൊക്കെ സെറ്റായി കനലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ചുകൊടുക്കല്ല, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് ഒരു കുടുക്ക് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കലാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ദമ്മിടാറ്. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. പോരാത്തിന് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ് എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചെമ്മീൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.